ഹായ് എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ് മേരിയുടെ മറ്റൊരു എപ്പിക് ഗാർഡനിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിക് ഗാർഡനിങ് വീഡിയോ എന്ന് പറയാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു അടിപൊളി ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓഗസ്റ്റ് മാസം ആയിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഗാർഡൻ ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എല്ലാ ചെടികളിലും പൂക്കളിലും വെജിറ്റബിൾ പ്ലാന്റ്സിലും ഒക്കെ നിറയെ കായ്കളും ഒക്കെ ആയിട്ട് നല്ലൊരു സമയമാണ് ഓഗസ്റ്റ് എന്ന് പറയുന്നത്. കാരണം സമ്മറിൻ്റെ പീക്ക് ലെവലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് വീഡിയോ പച്ചമുളകിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ മുളകിൻ്റെ തൈ നട്ടപ്പോഴത്തെ വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന ഏത് മുളകാണെന്ന് എനിക്ക് അറിയത്തില്ല. കായ്ച്ചു വരുമ്പോൾ സർപ്രൈസ് ആയി കാണാനായിട്ടാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ടാണ് വന്നത്. കാരണം ഇത് ഏത് ടൈപ്പ് മുളകാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റത് കർണംപൊട്ടി മുളകാണെന്ന് ഞാൻ ഇത്രയും നാളും പറഞ്ഞിരുന്നു. പക്ഷേ അത് വേറൊരു ടൈപ്പ് മുളകല്ലേ, എന്തോ ജിമിക്കി മുളകോ അതാണോ എന്നും എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിവേ എല്ലാം കൊള്ളാം. അപ്പം ഞാനിത് ഇത്രയൊന്നും ഉപയോഗിക്കാൻ പോകണില്ല. ഇതെൻ്റെ അനിയത്തിക്ക് കൊടുത്തു വിടാൻ പോവാണ്. കാരണം ഇത് ഇത്രയും നമ്മൾ ഒറ്റയടിക്ക് യൂസ് ചെയ്യത്തില്ലല്ലോ. ഇനിയിപ്പോഴത്തെ നമ്മുടെ ഫ്രണ്ട് ഗാർഡനിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഏരിയയുടെ പേര് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ടൊമാറ്റോ ഗാർഡൻ എന്നാണ്. കാരണം ഇപ്പോൾ പല വെറൈറ്റി ടൊമാറ്റോസ് ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സീനിയ പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. പിന്നെ എൻ്റെ കോസ്മോസ്, ആ കോസ്മോ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഔട്ട് ഓഫ് ദിസ് വേൾഡ് പോലെ തോന്നും. എന്ത് ഭംഗിയാണ് അത് കാണാനായിട്ട്. പൂക്കളുടെ ഭംഗി ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ വെറുതെ ഗാർഡനിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പൂക്കളെ നോക്കിയിരിക്കും. എൻ്റെ മനസ്സിന് പ്രത്യേക സന്തോഷം അങ്ങനെ അത് കാണുമ്പോൾ തന്നെ. അതുപോലെ വേറെ ഗാർഡനിങ് വീഡിയോസ് കണ്ടാലും ഫ്ലവേഴ്സ് കാണുമ്പോൾ ഞാൻ അത് നോക്കി തന്നെ ഇരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമ്മൾ ഹാർവെസ്റ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ക്യാൻഡി ടൊമാറ്റോസ്, അതായത് ചെറിയ ടൊമാറ്റോസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പഴുത്തത് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ. കാരണം അതിപ്പോൾ തന്നെ കഴിച്ചു തീർക്കും. കാരണം അതിന് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പഴുത്തത് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറേ റണ്ണർ ബീൻസ് പറിച്ചെടുത്തു. മെയിൻ റണ്ണർ ബീൻസ് ഏരിയയുടെ അകത്തേക്ക് എനിക്ക് കയറാൻ പോലും പറ്റുന്നില്ല. എല്ലാം കാട് പോലെ പടർന്ന് നിൽക്കുന്ന കാരണം. പിന്നെ ഇങ്ങനെ സൈഡിൽ വെച്ച റണ്ണർ ബീൻസിൽ നിറച്ചും പൂക്കളുണ്ട്. പക്ഷേ ഒരൊറ്റ ബീൻസ് പോലും പിടിച്ചിട്ടില്ല. പൂക്കളെല്ലാം അങ്ങനെ കൊഴിഞ്ഞു പോവുക. കാര്യം എന്നാന്ന് ദൈവത്തിന് മാത്രം അറിയാം. പക്ഷേ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന റണ്ണർ ബീൻസിൽ നിന്ന് എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബാക്ക് ഗാർഡനിലുണ്ടായിരുന്ന കുക്കുംബർ പ്ലാന്റ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളില്ലാത്തപ്പം വെള്ളം അതിനും കിട്ടണമല്ലോ. പിന്നെ ചട്ടി നിന്ന് പച്ചമുളകും എല്ലാം പതുക്കെ അറേഞ്ച് ചെയ്ത് ഇറിഗേഷൻ കിട്ടുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പർപ്പിൾ ചില്ലി, ഇതിൻ്റെ പേര് എനിക്കറിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഇവിടെ അടുത്ത് തന്നെ ഒരു പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ നിന്ന് തൈ ആയിട്ട് ഞാൻ മേടിച്ച മുളകാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ അതിൻ്റെ സീഡ്സ് സേവ് ചെയ്ത് വെച്ച് ഇത്തവണ ഞാനത് അരിയിട്ട് ചെടിയാക്കിയതാണ്. അത് നിറച്ച് മുളകുണ്ട്. ഇപ്പം നോക്കിയത് നിറയെ പർപ്പിൾ ചില്ലീസ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ മോൾക്ക് വീഡിയോ എടുത്തപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, മമ്മി എന്ത് ഭംഗിയാണ്. ഇനി ഞാൻ എൻ്റെ അനിയത്തിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വന്ന് പറിച്ചുകൊണ്ട് പോകണമെന്ന്. കൊച്ചുമോളെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, വന്ന് പറിച്ചുകൊണ്ട് പൊക്കോണം. ഞാനുണ്ടല്ലോ ബീൻസ് പറിക്കാനായിട്ട് പോകുമായിരുന്നു. എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങ അറ്റത്ത് നിൽക്കുന്ന ആ ബീൻസിൻ്റെ ചെടികളിൽ നിറച്ചും ബീൻസൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതേ പാത്രമൊക്കെ ആയിട്ട് നിൽക്കുവാണ്. പക്ഷേ ഒരൊറ്റ ബീൻസ് അതേലില്ല കേട്ടോ. ഇഷ്ടംപോലെ പൂവുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച ബീൻസ് ആകുമായിരിക്കും. അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇനി വെയിൽ കറക്റ്റായിട്ട് കിട്ടാഞ്ഞിട്ടാണോ അതേ ബീൻസ് കുറവെന്ന്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിവേ ബീൻസ് അതിൽ ഇഷ്ടംപോലെ ചീര ഉണ്ടായിരുന്നു. കുറേ ചീര ഞാൻ പറിച്ചെടുത്തു. ഇന്ന് വൈകിട്ട് ആ ചീര തോരൻ വെക്കണം, ഫ്രഷ് ആയിട്ട് കഴിക്കണം. പിന്നെ കുറച്ച് പച്ചത്തക്കാളിയും കൂടെ കൂടി പറിച്ചെടുത്ത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പച്ചത്തക്കാളി വെച്ച് തോരൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഒരു 4 ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്ക്വാഷിൻ്റെ അടുത്തേക്ക് വന്നു. പാറ്റി പാൻ സ്ക്വാഷിന് ഇപ്പോൾ പൗഡറി മാൽഡ്യൂ പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പോണില്ല. അത് എന്താ പറയുന്നത്, അഫക്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് കട്ട് ചെയ്ത് കളയുന്നതാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ക്വാഷ് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ടേസ്റ്റ് അത്രയ്ക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു തീയലൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് തള്ളി മറിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഈ സ്ക്വാഷ് കൊണ്ട് ഞാൻ തീയലുണ്ടാക്കിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ഈ പപ്പായ പോലെയാണ്. അപ്പം തോരൻ വെച്ച് നോക്കാനാണ് എൻ്റെ അടുത്ത പ്ലാൻ. ശരിയാകുമോ എന്ന് എനിക്കറിയത്തില്ല. തോരൻ വെച്ച് ഓക്കെ ആകുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യം ഞാനത് കൃഷി ചെയ്യുന്നു. കാരണം കുറേ സ്പേസ് പോകും. പിന്നെ കാര്യമായിട്ടുള്ള ഹാർവെസ്റ്റിംഗ് ഒന്നും കിട്ടുന്നുമില്ല. അപ്പോൾ അതങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് പ്ലം ടൊമാറ്റോസ് ഉണ്ടായിരുന്നു, അത് പറിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ വിശാലമായി പടർന്ന് നിൽക്കുന്ന ബീൻസ് കണ്ടില്ലേ, ഇഷ്ടം പോലെ ബീൻസ് കിട്ടി. ഇനിയും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാ ആഴ്ചയിലും കറിക്ക് വേണ്ടത്ര ബീൻസ് ഇതിനകത്തുനിന്ന് കിട്ടിക്കോളൂ. ഇനി ബീൻസ് പറിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കിനാണ് ഞാൻ പറയുമായിരുന്നു, ഞാൻ പിള്ളേരോട്, എൻ്റെ ഹസ്ബൻഡ് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് റേസ്ഡ് ബെഡിൻ്റെ മേളിൽ കയറി നിൽക്കരുത്. കാരണം അത്രയും വെയിറ്റ് താങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ റേസ് ബെഡാണ് അത്. പക്ഷെ ഞാൻ അതിൻ്റെ മേളിൽ കയറേണ്ടി വന്നു. കാരണം അതിൻ്റെ മേളിലുള്ള ബീൻസൊക്കെ പറിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മേളിൽ കയറാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ബീൻസ് എല്ലാം പറിച്ച് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വാഴ നിൽക്കുന്ന മുകളിലേക്ക് എത്തിയപ്പം അവിടെ കുറച്ച് ടൊമാറ്റോ ഉണ്ടായി. ഞാനത് മിച്ചം വന്ന തക്കാളിക്ക് ചുമ്മാ നട്ടതാണ്. കാര്യമായിട്ട് നട്ടുപോലുമില്ല. അതിനകത്തൊന്നും എനിക്ക് തക്കാളിക്ക് കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അതിൽ നിറച്ചും തക്കാളിക്ക് ഉണ്ടായി നിൽപ്പുണ്ട്. അങ്ങനെ അത് പറിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്യൂട്ടി എൻ്റെ മോള് കണ്ടുപിടിച്ചത്. ആ ഡാലിയപ്പൂ കണ്ടോ, എന്തൊരു കളറാ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ല സുന്ദരിയല്ലേ. ഒരു ഫിൽറ്ററും ആഡ് ചെയ്യാതെ ആയി വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇത് ഈ പൂവിൻ്റെ റിയൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ. എന്തൊരു ഭംഗിയാ. വീണ്ടും ഭംഗിയാന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഹാർവെസ്റ്റിൻ്റെ മെയിൻ സ്റ്റേജൊക്കെ കഴിഞ്ഞു.
ഇനിയിപ്പം ഞാൻ ചീരയുടെ അരി ഹാർവെസ്റ്റ് ചെയ്തു. വിത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതിനെ ഉണക്കി അതിൻ്റെ സീഡ്സ് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും, അടുത്ത സീസണിലേക്ക് ഉപയോഗിക്കാമല്ലോ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ തമ്പനയിലിന് വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ്. എല്ലാം കൂടെ അടുക്കി വെച്ച് വെട്ടമുള്ള സ്ഥലത്തിരുന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു. നമുക്ക് എന്തോരം ബീൻസ് കിട്ടിയെന്ന് കണ്ടോ. ആ കൊളാണ്ടർ നിറച്ചും കിട്ടി കണ്ടോ. നല്ല കുഴിവൻ കൊളാണ്ടറാണ്. ഒരു നല്ല മെഴുക്കുവരട്ടിക്കുള്ള നിറച്ചും ബീൻസ് ഉണ്ടല്ലേ, തോരൻ വയ്ക്കാം. പക്ഷെ ഞാൻ മെഴുക്കുവരട്ടി വെക്കാൻ പോവാം. നല്ല ചതച്ച മുളകും ചുമന്നുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് അടിപൊളി മെഴുക്കുവരട്ടി വെക്കാൻ പോവാം. പിന്നെ ചീര തോരനുണ്ട്. എല്ലാ ആഴ്ചയിലും തോരൻ വെക്കാൻ ചീര കിട്ടും ഇവിടെ. അത് കാരണം സമ്മർ ടൈമിൽ നമുക്ക് നന്നായിട്ട് ചീര കഴിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ചീര മിച്ചമായിട്ടും ഞാനത് തോരൻ വെച്ച് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്തായിരുന്നു കുറേ നാളത്തേക്ക്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. ആ ചീരരിയുടെ കളർ കണ്ടോ, എന്ത് നല്ല ഡീപ്പ്, എന്താണ് വൈൻ റെഡോ അങ്ങനത്തെ ഒരു കളറല്ലേ. അപ്പോൾ തമ്പനയിലിൻ്റെ പ്രഹസനമാണ് കണ്ടത്. പിന്നെ ഞാൻ കണ്ടില്ലേ, ബീൻസ് മെഴുക്കുവരട്ടി വെച്ചു, ചീര തോരൻ വെച്ചു, തക്കാളിക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ടേ. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. താങ്ക് യു എവ്രി വൺ ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഒരു അടിപൊളി ഗാർഡനിങ് വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. സീ യു സൂൺ.